അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ കുറച്ചധികം പണിയുള്ള ഗെയിമാണ്. അറിയാലോ, ക്രാഫ്റ്റ് മോൺസ്റ്ററിന്റെ പാർട്ട് 2 മൈൻക്രാഫ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിൽ പറഞ്ഞാൽ നമ്മളെ രണ്ട് പശുവുമ്പ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പശുവുമ്പയുടെ സ്ഥലം ഞാൻ എൻ്റെ വീടാക്കി മാറ്റാൻ പോവാണ്. കഴിഞ്ഞ എപ്പിസോഡിലാണ് ഞാൻ ഈ ലാൻഡ് മൊത്തം ഇവിടെ വെച്ചായിരുന്നത്. ഞാൻ സർപ്രൈസ് ആയിട്ട് കാണിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോലെ തന്നെ എൻ്റെ അടുത്തൊരു ഡയമണ്ട് ഉണ്ട്. ഞാനൊന്നും ചെയ്തില്ലായിരുന്നു, കിടന്നുറങ്ങി. അന്ന് എപ്പിസോഡ് അതിൻ്റെ പേര്. ഈ ഏരിയയിൽ എന്തോ സൗണ്ട് കേട്ടിരുന്നു, ട്രെയിൻ പോകുന്ന സൗണ്ട്. ഇന്നലെ ഞാൻ ചോദിച്ചാൽ എന്താണ് സൗണ്ട് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവരെല്ലാ യൂട്യൂബേഴ്സും ചോദിക്കുന്നുണ്ട്, ഇടയ്ക്കൊരു സൗണ്ട് ഇങ്ങനെ എന്ന് പറയുന്നുണ്ട്. അതെന്താ സംഭവം എന്നായിരിക്കും അറിയാമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നിറച്ച് ലാൻഡ് വെച്ചിട്ട് എനിക്കൊരു വഴി കിട്ടുന്നില്ല. പക്ഷെ നമ്മളെ കത്തണേ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പശുവുമ്പയുടെ ഏരിയ നമുക്കൊന്ന് മാറ്റണമെങ്കിൽ സ്ക്രീനാണ്. മാറ്റി ഇവിടെ വെക്കാം. ഈ രണ്ട് പശുവുമ്പയും നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ പോകണം. സീരിയസ്ലി ഗൈസ്, ഇവിടെയാണ് നമ്മൾ നെക്സ്റ്റ് പശുവുമ്പകളൊക്കെ കിടക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം പശുവുമ്പകൾ രണ്ടെണ്ണത്തിന് ഇവിടെ കൊണ്ടുവരുന്ന വീറ്റ് വേണം. ഓക്കെ, ഇതും നമ്മളൊരു വീടാക്കി നമ്മൾ വെച്ചാൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇത് നമ്മളൊരു വീടാണിത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോറേജ് റൂമാക്കിയിട്ടാണ് വെച്ചായിരുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇവിടെ ഡയമണ്ട് കാര്യങ്ങളൊന്നും വെക്കത്തില്ല, അറിയാലോ. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. കാറ്റഗറി ടാബിള് എന്തൊക്കെയാണ് ഇതിൻ്റെ പേര്. ഇൻവെൻട്രിയിൽ എൻ്റെ ഒന്നിലൊരു ഐറ്റംസ് പോലും ഇല്ലാത്തത്. ഞാൻ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. പേപ്പറൊക്കെ വെച്ചിട്ട് എന്തോ പരിപാടികളാണ്. അപ്പോൾ നമുക്ക് പറ്റിയ പരിപാടികളല്ല ഒന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ സ്റ്റോറേജിൻ്റെ ഏരിയ നമ്മളെ ഇത് കണ്ട, ഇത് നമുക്ക് ആദ്യം ഫ്രണ്ട വേണം. ഫ്രണ്ടാന്നാണ് ഇത് പേര്. എനിക്ക് തോന്നുന്നു ഇവിടെ വേണ്ടെന്നാണ്. ഇവിടെ വേണ്ട, ഞങ്ങൾ ചാടാൻ പറ്റും. പക്ഷെ എനിക്ക് വരുമ്പോൾ ഞാൻ ബാബിലെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ നിറച്ച് ലൈറ്റ് വെച്ച് നമുക്ക് പ്രശ്നമുണ്ട്. ഫ്രണ്ട് ഇവിടെ നോക്കട്ടെ. ഇല്ലടാ, ഫ്രണ്ട് നമ്മൾ ഉണ്ടാക്കണം. 64 സ്റ്റിക്കുണ്ട്. ഫ്രണ്ട് ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഫ്രണ്ട് ഉണ്ടാക്കാൻ ഞാൻ മോനെ ഫ്രണ്ട് നമുക്ക് എവിടുന്ന് കിട്ടും? ഇവിടെ ഈ സാധനം എടാ, ഇതിന് മറ്റേ സാധനത്തിലുള്ള ഇതുണ്ടാക്കാൻ കുറച്ച് സീനാണ് കേട്ടാ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മരം എടുക്കണം. മരം നമ്മളെടുത്തില്ല, നമ്മൾ ഇത് കുറച്ചങ്ങോട്ട് എടുത്ത് വയ്ക്കട്ടെ. 25 വേണ്ട, 14 മതി. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക, ഇതങ്ങനെ ആക്കി എടുക്കുക ഗൈസ്. 20 ഒക്കെ സ്റ്റാക്കിൻ്റെ എടുത്തുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് വേണം. ഇഷ്ടം പോലെ ഉണ്ടാക്കുക, ഇട്ടുന്ന അത്രയും ഉണ്ടായിക്കോട്ടെ. ഇപ്പം നിങ്ങൾ സൗണ്ട് കേട്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതുണ്ടാവും മിക്കവാറും. എനിക്കൊരു നല്ലൊരു ക്രീം വോയിസ് അടിക്കാൻ അത്. ഞാനിപ്പോൾ അങ്ങോട്ട് എങ്ങനെ പോകുന്നു? ഓക്കെ, നമ്മൾ സൈഡിലൂടെ വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാ പോളാർ ബിയറിന്? എനിക്കറിയാൻ പാടില്ല. ഇത് നമ്മളെ 39 ഈ സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളങ്ങനെ വെക്കാൻ പോണേ. ഇത് നമ്മൾ 2 രീതിയിലാണ് വെക്കാൻ പോകുന്നത്. വെച്ചാൽ 2 ഫാം ആക്കിയിട്ടാണ് വെക്കുന്നത്. ഇതൊക്കെ ചെറിയ ഫാം ആർക്കാ വെച്ചാൽ അത് നമ്മളെ പശുവുമ്പല്ല, അത് നമ്മളെ ചിക്കിപ്പിക്കി പറഞ്ഞാൽ നമ്മളെ കോഴികളില്ലേ ചിക്കിപ്പിക്കി, അതിനാണ് ചിക്കിപ്പി.
ചിക്കിബി ഞാൻ പേർബോളൊന്നും കളിക്കാത്തതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല. ചെറുതായിട്ട് എൻ്റെ ട്രെയിലറൊന്നും കണ്ടിട്ടുണ്ടായി. അല്ല എൻ്റെ സ്റ്റീമർ ആപ്ലിക്കേഷനില്ലേ അത് ചെറുതുണ്ടല്ലോ നമ്മളെ ചെറിയ പൈസ കൊടുത്തുള്ള അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ക്യാരക്ടേഴ്സിൻ്റെ പേര് പഠിക്കാം. ചെറിയ ഗെയിമാണ് നമുക്ക് കിട്ടണം വിചാരിച്ചു. പക്ഷേ ഇപ്പം നമ്മളെ സ്റ്റീം അല്ലല്ലോ ഇപ്പം നടക്കുന്നത്. ഇപ്പം വേറെ സ്റ്റീം അല്ല, ഇപ്പം വേറെ ഗെയിമല്ലേ ഇറങ്ങി പോവാണ്. ഇതിൻ്റെ വയസ്സിൽ ഇഷ്ടം പോലെ മുന്നേറുണ്ട്. നല്ലൊരു കാര്യം. വയസ്സ് മുമ്പാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരും. എന്താടെ ഈ പ്ലെയറിന് ഫുഡ് കഴിക്കാൻ പറ്റില്ല, എനിക്കറിയാൻ പാടില്ല. ഓക്കെ, അതിനെനിക്ക് വേണ്ടത് ഇനി വേണ്ടത് ഇതിൻ്റെ ഇഷ്ടം പോലെ സ്റ്റിക്കുകളുണ്ട്. എനിക്ക് വേണ്ടത് വെച്ചാൽ ഇതാണ് വേണ്ടത്. ഓ യാ ഐ നീഡ് എനിത്തിങ് അല്ല, ഐ നീഡ് എ ലോക്ക്. അപ്പം നമുക്ക് ഇതിൻ്റെ പകുതി ആക്കാം. നമുക്ക് സീരിയസ്ലി നമുക്കിത് പകുതി ആക്കിയിട്ട് ഇങ്ങോട്ട് ഇടുക. ഇതിൻ്റെ പകുതി ഓക്കെ, അത് കുഴപ്പമില്ല, നമുക്ക് ധാരാളം. ഓക്കെ, നമുക്ക് ഇത് ഒന്നാണ് ബിൽഡ് ചെയ്യാം. ബാക്കിയെടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തെടുത്ത് വെച്ചേക്കാം. നമുക്ക് ആവശ്യം നല്ലതാണ്. എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഒരിക്കലും ഫർണസിലിട്ടിട്ടേ ഇത് ചെയ്യുന്നില്ല. അതിനെ പിന്നെ പറയാം, ഫർണസിലിട്ട് നമ്മൾ ഗോൾഡാക്കി എടുക്കുന്നതിന് എന്താ കോഴികൾ വേണമെങ്കിൽ സീഡാണ് ആദ്യം ആവശ്യം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? എനിക്കൊരു പിടുത്തമില്ല. നമ്മളിവിടെ കൊണ്ടുവരാൻ ഇവിടെ ഒന്നും മൃഗങ്ങളില്ലല്ല. ഇഷ്ടം പോലെ വീട്ടുണ്ടെന്നല്ലാതെ ഈ ചുറ്റുവട്ടത്ത് വലിയ മൃഗമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ചധികം ദൂരെ പോയി മൃഗങ്ങളെ പിടിച്ചു വരാം. ചെയ്യോ അതേഴ്സ് ഞാനിത് കുറച്ച് കാലം കളിച്ചിപ്പോൾ ഇതിലെ 2 ഞാൻ ദൂരം പോയി. അപ്പോൾ അവിടുന്ന് എനിക്ക് കുറേ അധികം മൃഗങ്ങളെ പറ്റി ഭയങ്കര സന്തോഷമായി. ഓക്കെ, എൻ്റെ വീട്ടിലെടുത്ത് ഞാൻ ഇത് പോയിട്ടില്ല കൈസ്. തൽക്കാലത്ത് ഞാൻ ഇതിനകത്ത് 3 ഇതിനിട്ടിട്ടുണ്ട്. 1 എക്സ്ട്രാ ആയപ്പോൾ പറഞ്ഞില്ലേ കോഴി എല്ലാ ഐറ്റംസും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈറ്റ വീണ്ടും മുളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ല ബിസിനസ് ആക്കാം. നമുക്ക് അല്ല ഈ പശു ഇത് കിട്ടോ? എന്തായിരുന്നു എൻ്റെ പേര്? മിൽക്ക്. അതിന് ശേഷം മിൽക്ക് എന്ന് പറഞ്ഞ് ഒന്നായിരുന്നു. മിൽക്ക് അൺലോക്ക് ആയിരുന്നു. അപ്പം നമുക്ക് അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ബക്കറ്റാണ്. ബക്കറ്റ് ഉണ്ടാക്കുക. ബക്കറ്റ് വേണമെങ്കിൽ നമുക്ക് അയൺ ഇഷ്ടം പോലെ അയൺ ഉണ്ടല്ലോ. ഓള അതിൻ്റെ അകത്ത് ഉണ്ടാക്കുക ഉണ്ടാവും ഫർണസിൻ്റെ അകത്ത്. എന്ത് ചെയ്യാനാണ്? 4 ബക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കാനുള്ള സാധനം ഓൾറെഡി ഇപ്പം ഉണ്ട്. അപ്പോൾ ഞാൻ ബക്കറ്റ് ഉണ്ടാക്കണം. അത് പശുവിടെ എടുത്ത് പോകേണ്ട ആവശ്യമുണ്ട് എനിക്ക്. ഇത് നിലത്ത് വയ്ക്കാൻ പറ്റുമോ? ആടാ മോനെ പൊളിയാനായിട്ടാ ഇത്. നമുക്ക് ബിസിനസ് ചെയ്താലും തുടങ്ങിയാലോ നമുക്ക്. എന്നിട്ടൊരു അയം ബാക്കിയാണ് കേസ്. എന്താണ് കേസ്? എനിക്ക് എവിടുന്ന് കിട്ടിയ വെച്ചാല് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. എനിക്കറിയാം സത്യം പറഞ്ഞത്. അതിൽ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഈ മൃഗങ്ങളെ നമ്മൾ വളർത്തി ഉണ്ടാക്കണം. അതിൻ്റെ എക്സാണ്. നമ്മളെ
എക്യുപ്പേറ്റർ ഇല്ലേ, എന്താ വെച്ചാൽ നമ്മുടെ ബാക്ക് വേൾഡിലൊക്കെ ഒരു എക്യുപ്പേറ്റർ ഇല്ലേ, അതുപോലെ നമുക്ക് എക്യുപ്പേറ്റർ കിട്ടുമൊന്നുമില്ല. നമ്മൾ കിട്ടാ ഫോണായിക്കോളും. ആ സാധനം എനിക്ക് എവിടെ നിന്ന് കിട്ടിയാൽ ഇവന്മാരെ മറ്റേ ഡ്രൈവേഴ്സില്ലേ, ഈ വില്ലേജിൽ നമ്മുടെ സ്പീഡ് അറിയാലോ, അടിക്കുക ഇവിടെ വരിക. കൂടാതെ ഇങ്ങനെ വന്നിട്ട് ഒരു കാര്യം പാടെ വെക്കണം, നമ്മുടെ യൂട്യൂബ് ഏരിയ ഉണ്ടാവില്ലോ, യൂട്യൂബ് ഏരിയയിൽ നമുക്ക് കുറേ അധികം വീഡിയോസ് ഉണ്ടാവും. അവർക്ക് പല സാധനങ്ങളുണ്ടാവും. അവർക്ക് പലതരം സാധനങ്ങളും. അപ്പോൾ ഇനി ഇവിടെ മൃഗങ്ങളുണ്ടോയെന്ന് തപ്പണം എനിക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യും. എല്ലാവർക്കും ബൈ ബൈ.